നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. എടയൂർ 4-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച എടയൂർ ഗ്രാമോത്സവം മണ്ണത്തുപറമ്പ് നാനോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ഷൂട്ടൌട്ട് മത്സരം, ഷട്ടിൽ മത്സരം, മെഹന്തി മത്സരം, മുട്ടിപ്പാട്ട് എന്നിവ അരങ്ങേറി. വൈകുന്നേരം പൊതുസമ്മേളനത്തിൽ ഷൈജൽ ബാബു അധ്യക്ഷനായി. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്ത പൊതുസമ്മേളനത്തിൽ പ്രമുഖ പ്രാസംഗികർ വസീം ചെമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. സലാം വളാഞ്ചേരി, ഷാഫി വെള്ളൂരാൻ, മുസ്തഫ AK, നൌഷാദ് ബാബു, സിദ്ദീഖ് മാസ്റ്റർ, ജംഷാദ് MT, മുസ്തഫ പറമ്പിൽ, ഷംസു, സെയ്ദലവി K, ഷിഹാബ് VK തുടങ്ങിയവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് സെക്രട്ടറി ഹസൻ മുളക്കൽ സ്വാഗതവും മൊയ്തീൻകുട്ടി മാണിക്കുന്നത്ത് നന്ദിയും പറഞ്ഞ സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ മമ്മാലി മെഹറിൻ ടീൻ അവതരിപ്പിച്ച ഗാനമേളയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, എടയൂർ. ഗ്രാമോത്സവം എന്ന പരിപാടിയുമായി എടയൂർ മണ്ണത്തുപറമ്പ് 4-ാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മൈലാഞ്ചി ഫെസ്റ്റിന്റെ പരിപാടിയിലാണ് നമ്മൾ ഉള്ളത്. പരിപാടിക്ക് മൈലാഞ്ചി ഫെസ്റ്റിന് എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ എടയൂരിൻ്റെ നമ്മുടെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ നിയറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തുന്നത്. ഈ പരിപാടി ഇന്ന് നമ്മുടെ മൈലാഞ്ചി ഫെസ്റ്റിലൂടെയാണ് തുടക്കം കുറിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെ കലാകാരന്മാരുടെ മുട്ടിപ്പാട്ട്, അത് കഴിഞ്ഞ് പൊതുസമ്മേളനം, പിന്നെ നമ്മുടെ കണ്ണൂർ മമ്മാലി മെഹറിൻ എന്നിവരുടെ മാപ്പിളപ്പാട്ട്, ഒരു ഇശൽ സന്ധ്യ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിൽ കൂടി എല്ലാവരും എത്തിച്ചേരണം. എല്ലാവരും ഉഷാറായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും വന്നതിന് ശേഷം നമ്മുടെ പ്രവർത്തകരുടെ എവിടെയും ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ വാർഡിനകത്ത് നമ്മുടെ പാർട്ടിയുടെ നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത്. ഈ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ 4-ാം വാർഡിന്റെ മെമ്പറുടെ അവസ്ഥ. സുദീർഘമായ ഒരു ഭാഷണത്തിലൂടെയല്ല, നിങ്ങളുടെ മുന്നിൽ തികച്ചും സംസാര ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. 4-ാം വാർഡിൽ 10 വർഷമായിട്ട് പുതിയ ഒരു പദ്ധതിയും നടന്നിട്ടില്ല. ഒരു പദ്ധതിയും, പുതിയ ഒരു റോഡ് വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഗ്രാമസഭയിൽ വെച്ചത് പോലും അത് തീരുമാനിക്കപ്പെടാറില്ല. അങ്ങനെ സ്വജനപക്ഷാപാതത്തിൽ അധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ഈ 4-ാം വാർഡിന്റെ മെമ്പർ അപ്രത്യക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, 2 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ മെമ്പർ ഇല്ല. എന്നാൽ കൃത്യമായിട്ട് ഓണറേറിയം പഞ്ചായത്തിൽ വന്ന് കൈപ്പറ്റുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് ആർക്കും അറിയുന്നില്ല. CPM-കാരനോട് ചോദിക്കുമ്പോൾ ആകെ പ്രശ്നം. നിങ്ങൾക്കറിയോ, ഇവിടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീടുകളുടെ ഒരു ഗഡി കിട്ടിയിട്ട് അടുത്ത ഗഡി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം VOന്റെ അടുത്ത് പോയി സംസാരിക്കാൻ മെമ്പർ ഇല്ല. മെമ്പറെ കുറിച്ച് പറയുമ്പോൾ വേറെ ആരെങ്കിലും കൂട്ടാനാണ് പറയുന്നത്. വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് പഞ്ചായത്തിൽ പോകണില്ല. അപ്പൊ ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. ഇതിന് നമ്മളൊരു പരിഹാരമായി മാപ്പ് ചോദിച്ചതാണ്. വീണ്ടും ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. ഈ തെറ്റ് നമുക്ക് തിരുത്തണം. ആ തിരുത്താൻ വേണ്ടി നമ്മൾ മുന്നിൽ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി അടുത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ നേരിടാൻ പോവുകയാണ്. നമ്മൾ നല്ലവണ്ണം ആലോചിച്ച് വേണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടാൻ. നമ്മുടെ മാനത്തിന് വില പറയുന്ന കേവലം 2000-3000 രൂപ മേടിച്ച് വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാനത്തെയാണ് നമ്മൾ വിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇനിയുള്ള കാലം നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് വെക്കാനുള്ള ഒരു വാഗ്ദാനം എന്താണെന്നാൽ, ഈ രാജ്യത്ത് വരുന്ന സമയത്ത്, വരുന്ന തെരഞ്ഞെടുപ്പിൽ എടയൂർ മേഖല ഞങ്ങൾ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എടയൂർ മേഖലയിൽ CPM-ന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന കാര്യവും തർക്കമില്ല. പക്ഷെ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു, പരസ്യമായിട്ട് തരുന്ന ഒരു വാഗ്ദാനമാണെന്ന്
ഈ 4-ാം വാർഡിലെ ഓരോ വീടുകളിലും ഈ പഞ്ചായത്തിന്റെ ഗുണോപഭോക്തൃ വിഹിതം എത്തിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ രാഷ്ട്രീയ ശ്മശാന ഭൂമിയിലെ അഗാധ ഗർത്തങ്ങളിലേക്ക് നമ്മൾ തള്ളിവിടുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായുമുള്ള എല്ലാ പുരോഗതിക്കും ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിലുള്ള ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ഒരു വാഗ്ദാനമായി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ രാഷ്ട്രീയത്തിന്റെ ഭാണ്ഡക്കെട്ടിന് രാഷ്ട്രീയത്തിന്റെ ശ്മശാന ഭൂമിയിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടി നിങ്ങൾ പിന്തുണക്കണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം ഈ പ്രദേശം UDFന്റെ കൈകളിൽ ഭദ്രമാകാൻ നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാകണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് ഈ പ്രദേശത്തേക്ക് ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എടയൂർ പഞ്ചായത്തിനെ ഈ പ്രദേശങ്ങളെയൊക്കെ ഈ ജനപ്രതിയാകുന്നതിന് മുമ്പേ കുറെ കാലങ്ങളായി അറിയും എന്നുള്ളത് കൊണ്ടും ഈ പ്രദേശം മുൻഗണനയിലായിരുന്നത് കൊണ്ടും നമ്മുടെയൊക്കെ പ്രവർത്തന മേഖല ഇതായിരുന്നത് കൊണ്ടും എടയൂർ പഞ്ചായത്തിൽ ഈ എടയൂർ പ്രദേശമടക്കം ഈ കാണുന്ന നേതൃത്വവും നിങ്ങളും ഒരുമിച്ച് നിന്നാൽ അത് മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ് എന്നതിന്റെ ചരിത്രം എനിക്കറിയാം. ഒരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യുള്ളൂ. അസർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൈജൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നേതൃത്വത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന് ശക്തി പകരാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവും. നിരാലംബരായ ആളുകളെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. ആ നിലപാട് ഇന്നും തുടരുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് RCCയുടെ അടുത്ത് ചെന്നാൽ, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മഞ്ചേരി മെഡിക്കൽ കോളേജിലോ മലപ്പുറത്തെ ആശുപത്രിയുടെ മുമ്പിലോ ഈ വളാഞ്ചേരിയിലെ നിസാർ ഹോസ്പിറ്റലിന്റെ അടുത്തോ മാറാക്കരയിലെ ആശുപത്രിയുടെ അടുത്തോ ഒക്കെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ഡയാലിസിസ് സെന്ററുകളും സ്നേഹ നിർഭയമായ സഹായ സഹകരണം ലഭിക്കുന്ന പ്രദേശങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മിനിയാന്ന് എടയൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ പ്രമുഖരായ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു നട്ടുച്ച നേരത്ത്, അതിന്റെ കൂടെ സൗകര്യത്തിന് വേണ്ടിയായിരുന്നു ഒരു നട്ടുച്ച നേരത്ത് എടയൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട റഷീദിന്റെ നേതൃത്വത്തിലുള്ള വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയത് ഈ പഞ്ചായത്തിൽ ഡയാലിസിസ് രോഗികളായ ഇത്ര ആളുകളുണ്ട്. ആ ആളുകളെ സഹായിക്കാൻ നമുക്ക് എന്ത് വഴിയാണ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അവരുടെ സമയം ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ചെലവഴിച്ചത്. ഇനി നിമിഷം വരെയും ആ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കമ്മിറ്റി നിലവിൽ വന്ന ആ കാലഘട്ടത്തിൽ കൂടിയ ആദ്യത്തെ പ്രവർത്തക സമിതിയുടെ തീരുമാനത്തിന്റെ കോപ്പികൾ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ പഴയകാല പ്രവർത്തകന്മാരുടെ വീടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നോക്കിയാൽ കാണാൻ കഴിയും. അന്നത്തെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി KM സിരി സാഹിബ് ശാഖാതലത്തിലുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും എഴുതിയ കത്ത് നിങ്ങൾ നിങ്ങളുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ മഹല്ലിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനും അവരുടെ വിഷമങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനും അവരുടെ കൂടെ നിൽക്കാനുമുള്ള ഒരു സംഘപരമായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കത്ത് ആദ്യമായി മുസ്ലിം ലീഗ് ശാഖാതലങ്ങളിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് നേതൃത്വത്തിൽ ഇത്തരത്തിൽ വളരെ മനോഹരമായ പരിപാടികൾ വിവിധ ഇടങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായ ഈ നാട്ടിലെ വലിയ ചിന്തകൾ പകരുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇതിഹാസതുല്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. തിരുവിതാംകൂറിലെ രാജാവോട് റെയിൽവേ ഉണ്ടാക്കുന്നു, കൊച്ചിയിലെ രാജാവോട് കോളേജ് ഉണ്ടാക്കുന്നു. ഈ കൊച്ചി മഹാരാജാസ് കോളേജും തിരുവിതാംകൂർ മഹാരാജാസ് കോളേജും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഈ നാട്ടിലോ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നു. ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അന്ന് ഈ കുടിലിൽ താമസിച്ചിരുന്ന ടിപ്പു ദാനമായി കൊടുത്ത ഭൂമിയിൽ
താമസിച്ചിരുന്ന ഇവിടുത്തെ തീയനെയും പുലയനെയും പാണനെയും ചെറുമനെയും മുസ്ലിമിനെയും ഈ നാട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിടാൻ ബ്രിട്ടീഷുകാർ നിയമം ഈ ബ്രാഹ്മണരോടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തോക്കുമായി കാവല് നിന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഈ വള്ളുവനാട് ഗ്രാമം, അതിനപ്പുറത്ത് ഏറനാട്, അതിനപ്പുറത്ത് പൊന്നാനി, അതിനപ്പുറത്ത് കോഴിക്കോട്, ഈ 4 താലൂക്കുകളിൽ മാത്രം 12,300-ലധികം ആളുകൾ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടു. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമായതുകൊണ്ട് ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയവരല്ല നമ്മുടെ പൂർവികർ. സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോ അതിനെതിരെ സമരം ചെയ്യാൻ, ജന്മിമാർക്കെതിരെ, ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയവരാണ്.